ശ്രീനാരായണീയരെ. ഇപ്പം ജനങ്ങൾക്കെല്ലാം ശ്രീനാരായണ ഗുരുദേവനെ അറിയാം, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരോരോരുത്തരായി സ്വാമിക്കുള്ള കാഴ്ചദ്രവ്യങ്ങളുമായി അങ്ങോട്ട് വരാൻ തുടങ്ങി. ആ പാറ ഇന്ന് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇന്ന് 1988 ശിവരാത്രി ദിവസമാണ്. എല്ലാവരും ഭജനമിരിക്കാനും ബലിതർപ്പണത്തിനൊക്കെയായി ഇന്ന് അവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയെല്ലാം മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ഗുരുദേവൻ ഇന്ന് ആ മന്ത്രശാലയിൽ നിന്ന് വെളിയിലോട്ട് വന്നിട്ടില്ല. എല്ലാ സമയം തപസ്സാണ്, ധ്യാനത്തിലിരിക്കുകയാണ് അദ്ദേഹം. സന്ധ്യയായി. ജനങ്ങളെല്ലാം ഒത്തുകൂടി. നന്നായി അലങ്കരിച്ച ആ സമയത്ത് ഗുരുവെന്തേ ഇതുവരെ ഇറങ്ങി വരാത്തത്? നേരം പാതിരാവായി. ആ മടപ്പള്ളിയുടെ വാതിൽ തുറന്നു. ഗുരുദേവൻ ദാദാ ഇറങ്ങി വന്നിരിക്കുന്നു. എല്ലാവരും സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. ആ പന്തലും ആ ചെറുകുഴിയും എല്ലാം ഒരു നിമിഷം അദ്ദേഹം വളരെ സഹൂതം നോക്കി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന നെയ്യാറ്, അവിടെ ശങ്കരൻ കുഴി എന്ന് പറയുന്ന വളരെ ആഴച്ചുഴിയുള്ള ആ ഭാഗത്തേക്ക് വളരെ സാവധാനം ഇറങ്ങി മുങ്ങിത്താഴുന്നത് കണ്ട് കൊച്ചാപ്പിപ്പിള്ള ഓം നമേ ശിവായ എന്ന് ഉരുവിട്ടു. അത് കേട്ട് എല്ലാ കണ്ടങ്ങളും അത് ഏറ്റുപാടി. വളരെയധികം തീവ്രതയുള്ളതും വേഗത്തിലുമായിരുന്നു ഈ മന്ത്രദ്വാരകൾ. അങ്ങനെ ആശങ്കയുടെ മുൻമുന്നയിൽ എല്ലാവരും നിൽക്കുകയാണ്. ഇത്ര നേരമായിട്ടും എന്തേ അദ്ദേഹം പൊങ്ങി വരാത്തത്? കുറച്ച് പേര് അതിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി, മറ്റു ചിലർ വിലക്കി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ദാ ഒരു ശിലാഖണ്ഡവുമായി നെഞ്ചിലേറ്റി പിടിച്ച് ഗുരുദേവൻ പൊങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹം ധ്യാനനിരതനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരധാരയായി വീഴുന്നുണ്ട്. മണിക്കൂറുകളോളമാണ് അങ്ങനെ നിന്നത്. എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും ഭക്തിസാന്ദ്രമായ മന്ത്രോച്ചാരണങ്ങൾ. ആ സമയം അദ്ദേഹം ആ ശിവനെ അവിടെ പ്രതിഷ്ഠിച്ചു. ആ പാറമേലെ എല്ലാ ജനങ്ങൾക്കും ഉള്ള വിശ്വാസമാണ്, എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരുടെയും വിശ്വാസമാണ് അന്ന് ആ ഗുരുദേവൻ അവിടെ നടത്തിയത്. ആ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഒരു മഹാസന്ദേശം അവിടെ എഴുതി വെച്ചു. ഒരു ചതുഷ്പതിയാണ്. അതെന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേനെ വാഴുന്ന മാതൃകാസ്ഥാനമാമിത്.